الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജഗന്നിയന്താവായ അളവറ്റ ദയാപരനും കൃപാലുവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും അവൻ്റെ കൽപ്പനാ നിരോധനങ്ങൾക്കും ഈമാനോടെ തഖ്വയോടെ വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ആദരപൂർവം അംഗീകരിച്ച് പരമാവധി ജീവിതത്തിൽ പാലിക്കാനും എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും മുത്തഖികളായി മരണപ്പെടുന്നവരിൽ ഉൾപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നമാ യുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ. ഇസ്ലാമിൻ്റെ അന്തസ്സിൻ്റെ, അഭിമാനത്തിൻ്റെ ചെങ്ങലക്കണ്ണികൾ ഓരോന്നോരോന്നായി അറ്റുവീണുകൊണ്ടേയിരിക്കും. ഖിയാമത്തടുക്കുമ്പോഴെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ഇസ്ലാം കടന്നു വന്ന വഴികളെക്കുറിച്ച്, ഇസ്ലാം രൂപപ്പെട്ടു വന്ന, ഇസ്ലാം പ്രത്യക്ഷപ്പെട്ട മക്കയെയും അറേബ്യയെയും, ഇസ്ലാം വരുമ്പോഴുള്ള അറേബ്യയുടെ സാഹചര്യങ്ങളെയും സ്വഭാവങ്ങളെയും കുറിച്ച് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നാൽ അവർക്ക് ഇസ്ലാം മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു അപജയം നമ്മുടെ യുവതലമുറ മുതൽ താഴോട്ട് കണ്ടുവരുന്നു എന്ന് പറയുന്നതിനപ്പുറം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ നല്ലത് എന്ന് സത്യത്തോട് യോജിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സാധാരണ എല്ലാവർക്കും വ്യത്യസ്ത മതങ്ങളുള്ളതുപോലെ അതൊരു മതം,
അതല്ലാതെ അതിൽ പ്രത്യേകതകളൊന്നുമില്ല. അത് ഇക്കാലത്തേക്ക് യോജിച്ചതല്ല. അക്കാലത്ത് അതൊക്കെ പണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന, അതിൻ്റെ ഫലമായി അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദീനിൽ നിന്നും അതിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന, അവിടവും വിട്ട് അവഗണിക്കുകയും അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യുന്ന ആൾക്കൂട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും മുസ്ലിമീങ്ങൾക്കിടയിൽ സ്വഭാവ ദൂഷ്യങ്ങളും കുറ്റകൃത്യങ്ങളും വിശ്വാസ മേഖലയിലും അല്ലാത്ത മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ മെല്ലെ ആ പഴയ കെട്ടുറപ്പിൽ നിന്ന് ഇല്ലാതെ അകന്നുകൊണ്ടിരിക്കുന്നു. മുതിർന്നവർക്ക് ഇളയവരോടും ഇളയവർക്ക് മുതിർന്നവരോടുമുള്ള ആ ഒരു പെരുമാറ്റ മര്യാദ കുറഞ്ഞ് വരുന്നു. നോക്കൂ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമന കാലത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമുക്കറിയാലോ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും എന്ന്. അല്ലാഹു ആണ് ഒരു അറിവില്ലാത്തവരുടെ ഇടയിൽ നിന്നൊരാളെ പ്രവാചകനായി തിരഞ്ഞെടുത്തുന്ന. ചരിത്രകാരന്മാർ പറയും ഉമ്മിയ എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്തവർ എന്നല്ല. വലിയ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ നിലനിന്നിരുന്ന ജീവിച്ചിരുന്ന നാടായിരുന്നു അറേബ്യ എന്ന് നമുക്കറിയാം. മഹാകവികൾ എന്ന് നമുക്ക് സംശയമില്ലാതെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അറബ് ലോകത്ത് ഇസ്ലാമിന് മുമ്പ് ജീവിച്ചിരുന്ന കവികളെയാണ്. അറബ് സാഹിത്യത്തിൻ്റെ ഗ്രാമറും വ്യാകരണങ്ങളും ഒക്കെ ഉദാഹരണം പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഞങ്ങളൊക്കെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി സിലബസുകളിലൊക്കെ പഠിപ്പിക്കുന്നത് അക്കാലത്തെ കവിതകളെയാണ്. അപ്പോഴവർക്ക് അക്ഷരാഭ്യാസമില്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മി എന്ന് പറയാൻ പ്രത്യക്ഷത്തിൽ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ആ സാഹചര്യത്തിൽ അന്നാട്ടിൽ നിലനിന്നിരുന്ന, അറേബ്യയിലും അതിൻ്റെ ചുറ്റുപാടുകളിൽ നിലനിന്നിരുന്ന മതപരമായ മേഖല. മറ്റൊന്ന് അവിടുത്തെ സാമൂഹ്യ മേഖല. മൂന്നാമത്തേത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. നാലാമത്തേത് അവിടുത്തെ സാമ്പത്തിക സാഹചര്യം. ഈ 4 കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ നാടുമായി കൂട്ടിവെച്ച് വായിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്, എനിക്ക് തോന്നിപ്പോയത്, ഇത് ജാഹിലിയ കാലത്തെക്കുറിച്ചുള്ള വിവരണമല്ല, ഇത് നമ്മുടെ കാലത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മക്കികൾ, പൊതുവിൽ അറബികൾ കല്ലിനെ ആരാധിച്ചിരുന്നവരായിരുന്നു. നല്ലൊരു കല്ല് കണ്ടാൽ അതിനെ പിടിച്ച് ആരാധന തുടങ്ങും. അതിനേക്കാൾ നല്ലൊരു കല്ല് കണ്ടാൽ ഇതിനെ ഉപേക്ഷിച്ച് അത് കൊണ്ടുവന്നിച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങും. കല്ല് നല്ലതൊന്നും കുറെ കാലം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒരു മൺകൂന ഉണ്ടാക്കിയിട്ട് ഒരാടിനെ കറന്നിട്ട് അതിലേക്ക് പാലഭിഷേകം നടത്തിയിട്ട് അതിൻ്റെ ചുറ്റുപാടുകളിൽ പ്രദക്ഷിണം വെച്ച് ഭജന ഇരുന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അവിടെയും ഇവിടെയും പൊന്തി വരുന്ന മുസ്ലിം സമുദായത്തിലെ ഇത്തരം പുണ്യകേന്ദ്രങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കാണ്. മറ്റുള്ളവരെ നോക്കണ്ട. ഇത് ആധുനിക മുസ്ലിമീങ്ങളുടെ കഥയാണെന്ന് നിസ്സംശയം നമുക്ക് ബോധ്യപ്പെടും. കെട്ടുകഥകളും ഊഹാപോഹങ്ങളുമായിരുന്നു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം. പണ്ടൊരാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ടൊരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൽ. ഒരു ദീർഘയാത്രക്കിടയിൽ ഒരു മനോഹരമായ പള്ളി കണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ ഹൈവേയിൽ വാഹനം നിർത്തി. രാത്രി 1 മണി 1:30 മണി സമയത്ത്
വാഹനം നിർത്തി അവിടെ കണ്ട ഒരു പെട്ടിക്കടയിൽ കയറിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കണം ചോദിച്ചറിയും വേണമെന്ന് ചോദിച്ചപ്പോ ആ കടക്കാരൻ ആദ്യം പറഞ്ഞത് നിങ്ങളെ വണ്ടി അവിടുന്ന് മാറ്റിയിടുന്ന. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങൾ വണ്ടി മാറ്റുന്നിട്ട് പറയാം. അപ്പൊ അവിടെ പാർക്കിംഗ് നോ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് വണ്ടി പെട്ടെന്ന് മാറ്റിയിട്ട് ബാക്കിലേക്ക്. അപ്പൊ ഇയാൾ പറഞ്ഞത് അവിടെ വണ്ടി ഇട്ടാൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഏറുവരും, നാണയങ്ങൾ കൊണ്ട് എറിയും അവർ. അതിന്റെ എന്റെ വണ്ടീനോട് ഇത്ര വലിയ ദേഷ്യം എന്ന് വെച്ചാൽ പറഞ്ഞെന്തറിയോ, അത് നിങ്ങളെ വണ്ടിയോടല്ല, ഇത് കരടി തങ്ങളുടെ ജാറമാണ്. കരടി തങ്ങളുടെ ജാറം. ആ ജാറത്തിലേക്കാണ് ഈ വലിച്ചെറിയുന്നത് ഹൈവേയിൽ നിന്ന്. കൊല്ലം ജില്ലയിൽ. അപ്പൊ എന്താ കരടി തങ്ങളെന്ന് ചോദിച്ചാൽ പറഞ്ഞെന്തെന്നറിയോ, 1250 കൊല്ലം മുമ്പ് ഉപ്പാപ്പ വന്നത് കരടിപ്പുറത്താണെന്ന്. ഉപ്പാപ്പന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ നിങ്ങൾ വഹാബിയാണില്ലേ എന്ന് ചോദിച്ചു. ഇത് കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ഉള്ളിലുള്ള സംഭവമല്ലേ? ആരാണ് അവിടെ എന്ന് ചോദിച്ചാൽ പറയാൻ നിവൃത്തിയില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കരടിപ്പുറത്ത് വന്നതാണെന്ന് പറയാം. എന്നിട്ട് ആൾക്കൂട്ടം അവിടെ ഒഴുകുകയാണ്. മതവ്യത്യാസമില്ലാതെ ആൾക്കൂട്ടം അവിടെ ഒഴുകുന്നു. അവിടെ നേർച്ച നടത്തുന്നു, ബർക്കത്തെടുക്കുന്നു, അവിടെ വഴിപാടുകൾ കൊടുക്കുന്നു. അവിടെ ആ ജാറത്തിന് ചുറ്റുപാടുകളിൽ പ്രദക്ഷിണം, തവാഫ്, അറബി പറയാം, മലയാളത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇതൊന്നല്ല, ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല. മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് ഇതുപോലെ കൗതുകത്തിനൊരു സംഗതി കാണാൻ പോയപ്പോ മാർബിളും ടൈലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ച് വെച്ചതാ, പൊക്കി നിർത്തിയിരുന്നു. ഒരു ഇത്ര ഉയരണ്ട്, ഒരു ഇന്റെ നെഞ്ചോളം ഉയരണ്ട്. അപ്പൊ വെറുതെ എന്റെ കൂട്ടത്തിലുള്ള ആൾ ചോദിച്ച് ഇത് പൊങ്ങിയതാണോ പൊക്കിയതാണോ എന്ന്. അപ്പൊ അവിടുത്തെ ആളുകൾ പറഞ്ഞു പൊങ്ങിയതാന്ന്. സ്വാഭാവികമായിട്ട് എന്റെ വായിന്ന് വന്നത് വേറെയാണ്. ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ ഒപ്പടക്കാം, ഒന്നിച്ചാൽ പൊന്തലില്ലേ എന്ന് ചോദിച്ചു ഞാൻ. പിന്നെ ഞങ്ങളെ വണ്ടിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പടച്ചോന്റെ ഗുരുത്തം കൊണ്ട് എത്തിയതാ. വെളിയങ്കോടി. ചിലതൊക്കെ മുസ്ലിമീങ്ങൾ അറിയണല്ലോ. നമ്മളെ അയൽപ്പക്കത്തെ കഥ എന്താ? ഈ മെമ്പറിന്റെ തൊട്ടപ്പുറത്തെ മെമ്പറിന്റെ കഥ എന്താ? നിങ്ങളൊക്കെ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന് ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമല്ലാതെ. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി വഇൻഹും ഇല്ലാ യളുന്നൂൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറയിൽ പറഞ്ഞു. അവർക്ക് അവിടെ അവരുടെ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനമായി ചില ഊഹാപോഹങ്ങളും കെട്ടുകഥകളുമല്ലാതെ യാതൊന്നുമില്ല. ആ ആളുകൾക്കിടയിലേക്ക് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് അതിശയോക്തി നിറഞ്ഞ കഥകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിന് എഴുത്തും വായനയുമായി CD-കളും മറ്റുമായി വിറ്റ് കാശുണ്ടാക്കുന്ന ആളുകളാണ്. അവർക്ക് നാശം, അവരെ പിൻപറ്റിയവർക്കും നാശം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മക്ക മണലാരണ്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോഴും അതിനു മുമ്പും പ്രവാചകത്വത്തോടടുത്ത കാലത്തും പ്രവാചക കാലഘട്ടത്തിലുമുള്ള ആളുകളെ കുറിച്ചാണ്. നമ്മുടെ 21-ാം നൂറ്റാണ്ടുകാരെ കുറിച്ചല്ല. പക്ഷേ അത്ഭുതകരമായ സാമ്യത ഇത് രണ്ടും തമ്മിൽ നിലനിൽക്കുന്നു എന്ന് മുസ്ലിമീങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. ജ്യോത്സ്യന്മാരും പ്രശ്നം നോക്കുകാരുമായിരുന്നു അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഒരു പക്ഷിയെ അല്ലെങ്കിൽ ഒരു മാനിനെ പിടിച്ചിട്ട് അതിനെ പറത്തും. മാനാണെങ്കിൽ ഒരു അടി കൊടുക്കും. മാൻ വലതുഭാഗത്തേക്ക്, പക്ഷി വലതുഭാഗത്തേക്ക് പറഞ്ഞാൽ ശുഭശകുനം, കാര്യങ്ങളെല്ലാം ഭംഗിയായി മാറും. പറത്തിവിടുന്ന പ്രാവ് അല്ലെങ്കിൽ പക്ഷി ഇടത്തേക്ക് പറഞ്ഞാൽ കാര്യം നടത്താൻ പാടില്ല, ദുശകുനം. ഇതേത് കാലത്തുള്ളതാ? ഒരു മൃഗം ഓടുമ്പോൾ യാത്രയിൽ പോയി വിലങ്ങടിച്ച് തന്നാൽ എതിരെ വഴിക്ക് വിലങ്ങോടിയാൽ യാത്ര അവസാനിപ്പിക്കുമായിരുന്നു അവർ. നമ്മളല്ല, അവർ യാത്ര അവസാനിപ്പിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യണോ എന്ന് ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കാൻ അവർ അമ്പ് വെച്ച് നറുക്കെടുക്കുമായിരുന്നു, ശകുനം നോക്കുമായിരുന്നു. നമ്മള് കലണ്ടർ വെച്ച് നെഹസ് നോക്കുന്ന പരിപാടി പോലെ. ഇതൊക്കെയാണ് മതവിശ്വാസമായി നടന്നിരുന്നത്. ചില ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കും അവർ ശകുനം കണ്ടിരുന്നു. ആ മാസത്തിലൊന്നും പറ്റൂല,
അത് ചൊവ്വാഴ്ചയാണ്, അന്ന് പറ്റൂല അല്ലേ? ചൊവ്വാഴ്ചകളിൽ പറ്റൂല, ശനിയാഴ്ചകളിൽ പറ്റൂല, മുഹറം 10 വരെ ഒന്നും പറ്റൂല. എന്നാൽ ജാഹിലിയത്തിലല്ല, ഇന്നാണ് നിലനിൽക്കുന്നത്. ഇക്കാലത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയായാലും അവർ മില്ലത്ത് ഇബ്രാഹിമിലാണ് ഞങ്ങളെന്ന് അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലേ? കല്ല് മുതൽ കാഞ്ഞിരക്കുറ്റി വരെ ആരാധിക്കപ്പെടുമ്പോഴും, ലാത്ത ഉസ്സ മനാത്ത ഹുബുലിൻ ആയിലുമാർ ആരാധിക്കപ്പെടുമ്പോഴും, അത് കഅബയുടെ പരിസര പ്രദേശത്ത് വെച്ച് അവയെ പൂജിക്കുമ്പോഴും അവർ പറഞ്ഞിരുന്നത് കഅബയുടെ നിർമ്മാതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് ഞങ്ങൾ എന്നാണ്. അത് തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ കേൾക്കണ, വേറൊരു ടോണിലാണെന്ന് മാത്രം അല്ലേ? ഇതൊന്നും പാടില്ല, അള്ളാഹുവോട് മാത്രമേ ആരാധനയും വിളിച്ചു പ്രാർത്ഥനയും എല്ലാം പാടുള്ളൂ എന്ന് പറഞ്ഞ അപ്പ ആരായിപ്പോയി? മില്ലത്ത് ഇബ്രാഹിമിന് പുറത്തായിപ്പോയി അല്ലേ? അതൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലോ അവര് മില്ലത്ത് ഇബ്രാഹിമിലും ആയിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പറയാനൊരു പ്രത്യേകമായ കാരണമുണ്ട്. ഇതോടൊപ്പം ഇവർ അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള തൗഹീദിന്റെ ആദ്യ ഭാഗമായ റുബൂബിയത്ത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കാറ്റടിപ്പിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത്, ആകാശഭൂമികൾ സംവിധാനിച്ചത്, എല്ലാവർക്കും സഹായം നൽകുന്നത്, ആർക്കും രക്ഷയില്ലാത്ത വിധം മനുഷ്യരെ പിടിച്ച് ശിക്ഷിക്കാൻ അധികാരമുള്ളത്, രാജസിംഹാസനത്തെ ഉടമസ്ഥനാര്, ഒമയുദബ്ബിറുൽ അംറ, പ്രപഞ്ചത്തിന്റെ നിയന്താവാര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നത് സയഖൂലൂന ലില്ലാ, സയഖൂലൂന അല്ലാഹ്, ലയഖൂലുന്ന, അത് അല്ലാഹു തന്നെയാണ്, അല്ലാഹു തന്നെയാണ്, അല്ലാഹു തന്നെയാണ് എന്നാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് തൊട്ടു മുമ്പത്തെ വർഷത്തിൽ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, എനിക്ക് എൻ്റെ കുറച്ച് ഒട്ടകങ്ങളെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതിനെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നാണ്. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, ഞാൻ താങ്കളെ വിളിച്ച് കേട്ടപ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നിയിരുന്നു. താങ്കളുടെ എല്ലാമായ കെട്ടിടം പൊളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മിണ്ടാനില്ല അല്ലേ? ഒട്ടകാണുങ്ങൾക്ക് അതിനേക്കാൾ വലുതില്ലേ എന്ന് ചോദിച്ച അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, അന റബ്ബുൽ ഇബിൽ, ആ ഒട്ടകങ്ങൾ എന്റേതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. വലിൽ ബൈത്തി റബ്ബുൻ, സുബ്ഹാനല്ലാഹ്. ഇത് മുജാഹിദ് പറഞ്ഞല്ല, മുസ്ലിമീങ്ങൾ പറഞ്ഞല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് ആനക്കലഹം, നമുക്കറിയാലോ അല്ലേ? ആ ആനക്കലഹത്തിന്റെ നേതൃത്വം കൊടുത്ത ആളോട്, അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറയുന്നത്, വലിൽ ബൈത്തി റബ്ബുൻ സയംനഉഹു, ആ വീടിനൊരു ഉടമസ്ഥനുണ്ട്, അത് സംരക്ഷിക്കാൻ അവൻ മതി, അതിന് ഞങ്ങൾ വേണ്ടതില്ല, അത് അവൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമുള്ളവരായിരുന്നു അവർ എന്നതിന്റെ തെളിവാണ്. പക്ഷേ അവരിങ്ങനെയൊക്കെ ചെയ്തിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്ത് നടത്താനുള്ള, പ്രബോധനം നടത്താനുള്ള, തൗഹീദിലേക്ക് ക്ഷണിക്കാനുള്ള ആളുകളുടെ മതവിശ്വാസത്തിന്റെ മേഖലയാണ് പ്രിയപ്പെട്ടവരെ ഇത്. അവർ പിന്നീട് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചും ആരാധിച്ചിരുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്നാണ്. ഒന്നുമില്ല, ഇവർ സ്വയം പര്യാപ്തരല്ല, സ്വയം കഴിവുള്ളവരല്ല, അങ്ങനെ ഞങ്ങൾക്ക് വാദമല്ല. പക്ഷേ ഇവർ അല്ലാഹുവിന്റെ വേണ്ടപ്പെട്ടവരാണ്. ഇവരെ ഞങ്ങൾ പ്രീതിപ്പെടുത്തിയാൽ, മഹത്വപ്പെടുത്തിയാൽ, ആദരിച്ചാൽ, ഇവിടെ നേർച്ചയും വഴിപാടുകളുമായി കഴിഞ്ഞുകൂടിയാൽ പരലോകത്ത് അള്ളാഹു ഞങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള ഒരു അടുപ്പം ശ്രദ്ധിക്കാൻ ഇവർ കാരണമാകും. ഇവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, ഇത് സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്താണ്. സൂറത്ത് സുമർ 21-ാം നൂറ്റാണ്ടിൽ അവതരിച്ച അല്ലല്ലോ. പക്ഷെ ഈ വാദം ഇപ്പോഴുണ്ടോ ഇല്ലയോ? നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ചോദ്യത്തിന് സൂറത്ത് യൂനുസിന്റെ 18-ാം അധ്യായത്തിൽ മക്കയികൾ പറഞ്ഞത് ഹാ ഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ് എന്നാണ്. ഇത് അള്ളാഹുവിനോട് ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്, ഇവര് ദൈവങ്ങളൊന്നും അല്ല എന്നാ പറഞ്ഞു. അതും അന്നത്തതാണ് ആ വാദം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഇതൊന്നും മടിക്കേണ്ടതില്ലേ? അന്നാട്ടിൽ ഇവരെ കൂടാതെ യഹൂദികൾ ഉണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, അഗ്നി ആരാധകരുണ്ടായിരുന്നു, സ്വാബി മതക്കാരുണ്ടായിരുന്നു.
അറേബ്യയുടെ 4 ഭാഗങ്ങളിൽ വിശ്വാസപരമായി കഠിനമായ ജഹാലത്തായിരുന്നു, അജ്ഞതയായിരുന്നു നിലനിന്നിരുന്നത് എന്നർത്ഥം. യഹൂദികളാവട്ടെ അവരുടെ പുരോഹിതന്മാരാണ് അവരുടെ അവസാന വാക്കുകളായി അവർ കണ്ടിരുന്നത്. റബ്ബിമാർ നിങ്ങൾ അള്ളാഹുവെ കുറിച്ച് അള്ളാഹുവെ കൂടാതെ അർബാബുകളെ സ്വീകരിക്കരുത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞ റബ്ബിമാരായിരുന്നു യഹൂദികളുടെ ഭരണം. അവരെന്താണോ പറയുന്നത് അവരെ അങ്ങനെ തന്നെ അനുയായികൾ അംഗീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ ഹലാലാക്കിയത് നിങ്ങൾ ഹലാലായി അംഗീകരിക്കാറില്ലേ? അത് അള്ളാഹു ഹറാമാക്കിയതാണെങ്കിലും അവർ ഹറാമാക്കിയത് നിങ്ങൾ ഹറാമായി കാണാറില്ലേ? അള്ളാഹു ഹലാലാക്കിയതാണെങ്കിലും എന്ന ചോദ്യത്തിന് അതേ എന്നായിരുന്നു അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക ഇബാദത്തുഹും ഇയ്യാഹും, അത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഇബാദത്തായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുക. അതായിരുന്നു അവിടുത്തെ കാലം. ക്രൈസ്തവതയായിരുന്നു മറ്റൊരു മതം. എല്ലാ തരത്തിലുള്ള ശിർക്കുകളും ഈ മുസ്ലിം സമുദായത്തിലേക്ക് കടം കൊണ്ടുവന്നത് ഈ ക്രൈസ്തവതയിൽ നിന്നുള്ളതാണെന്ന് പറയാൻ മടിക്കേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നമ്മുടെ പള്ളി മുഴുവനും വേഞ്ചിട്ടില്ല, ഇവിടെ തറ ക്രിയലല്ല, പിന്നെ എണ്ണ കത്തിക്കാൻ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല, എന്തോ ഒരു കഷ്ടപ്പാടില്ല നമ്മൾ ജീവിക്കുന്നത് നബിയെ. ആ അബിസീനിയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ, അവിടുത്തെ ആരാധനാലയങ്ങളൊക്കെ അവർ എന്തുമാത്രം അലങ്കരിച്ചിട്ടാ നിർത്തിയതെന്ന് ചോദിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇന്നഹും ഇദാ മാതു മിൻഹും റജുലൻ സ്വാലിഹൻ ബനൂ അലാ ഖബരിഹി മസ്ജിദൻ സുമ്മ അഅ്തഖഫു ഫീഹി, അവരുടെ കൂട്ടത്തിൽ നാട്ടിൽ ഒരു പുണ്യപുരുഷൻ, ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിന്റെ ചുറ്റും ഒരു വലിയ കെട്ടിടമുണ്ടാക്കും, എന്നിട്ട് അതിനെ അലങ്കരിക്കും, അവിടെ ഇബാദത്തുകൾ നടത്തും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, ഇത്രയും ചീത്തയായ പടപ്പുകൾ അള്ളാഹുവിന്റെ പടപ്പുകളായി ദുനിയാവിൽ വേറെ എവിടെയുമില്ല. ആ സമ്പ്രദായത്തിന്റെ ഇപ്പോഴത്തെ അനന്തരാവകാശികളും പ്രചാരകരും ആരാണ് എന്ന ചർച്ചയിൽ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ഈ ഒരു സാഹചര്യമാണ് മക്കയിലുണ്ടായിരുന്ന മതപരമായ ആ ഒരവസ്ഥ. അഗ്നിയെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. എല്ലാ തരത്തിലും പലതരത്തിലും ഏതൊരു മതക്കാരും ഏത് വിഭാഗമാണെങ്കിലും അവിടെ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാവട്ടെ അവർക്കൊരു കേന്ദ്രീകൃത നേതാവ് ഉണ്ടായിരുന്നില്ല. ഓരോ ഗോത്രത്തിനും ഓരോ നേതാക്കന്മാർ ഓരോ ഗോത്രത്തിലെയും അവസാന വാക്കുകൾ. നിസാര കാര്യത്തിനു വേണ്ടി 175 വർഷം വരെ 3-4 തലമുറ നീണ്ടു നിൽക്കുന്ന പോരാട്ടം നടത്താൻ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി നൽകാൻ ഒരു മടിയും കാണിക്കാത്ത മനുഷ്യർ. ഗസാനികളും റോമക്കാരും അതിന്റെ ചുറ്റുപാടുകളിൽ ഭരിച്ചിരുന്ന വമ്പിച്ച ചക്രവർത്തിമാരായിട്ട് അവരുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അറബികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഛിന്ന ഭിന്നമായി ജീവിക്കുന്ന കാലമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ സാമൂഹ്യ അവസ്ഥയാവട്ടെ കുടുംബജീവിതം എന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഉയർന്ന തലത്തിലുള്ള ആളുകൾക്കിടയിൽ മാന്യമായ കുടുംബജീവിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷവും അങ്ങനെ ഒരു ബന്ധത്തിന് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക അരാജകത്വം യഥാർത്ഥത്തിൽ ഈ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പഠിപ്പിക്കുക. ആർക്കും നമ്മുടെ മക്കള് ചിലപ്പോൾ കുറച്ചെങ്കിലും പറഞ്ഞിരുന്നു, നമ്മുടെ കുട്ടികളില്ല അതില്, പക്ഷെ പറയേണ്ടത് നമ്മുടെ കുട്ടികൾ അറിയണല്ലോ. മൈ ബോഡി മൈ ചോയ്സ് എന്നവർ പറഞ്ഞിരുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവൻ്റെ ഒപ്പം ജീവിക്കും, ഇഷ്ടമുള്ളവൻ്റെ ഒപ്പം പോകും എന്നാലേ അതിന്റെ പച്ച മലയാളത്തിലെ ധാർഷ്ട്യം. ആ ധാർഷ്ട്യം യഥാർത്ഥത്തിൽ മക്കികളുടേതായിരുന്നു. അവർക്ക് കുടുംബജീവിതത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല, അതിനവർ വിലയും കൽപ്പിച്ചിരുന്നില്ല. അപൂർവം ചിലരൊഴികെ അല്ലാത്തവരെല്ലാം ഈ ലൈംഗികമായ അരാജകത്വത്തിന്റെ കീഴിലായിരുന്നു. അവരിൽ 4 തരം വിവാഹങ്ങൾ നിലനിന്നിരുന്നു എന്ന് കൗതുകത്തോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് നടത്തുന്ന മാതാപിതാക്കൾ പരസ്പരം അന്വേഷിച്ച് യുവതി യുവാവ് ഭാര്യയും ഭർത്താവാകാൻ പോകുന്ന വധൂവരന്മാർ പരസ്പരം കണ്ട് തൃപ്തിപ്പെട്ട് നടത്തുന്ന വിവാഹം, അത് ഇസ്ലാം നിലനിർത്തി. മറ്റൊന്ന്,
ഒരു നാട്ടിലൊരു കവിയോ പ്രമാണിയായ പ്രധാനിയായ രാഷ്ട്രീയക്കാരനോ ഭരണാധികാരിയോ അതല്ലെങ്കിൽ ധീരനായ ഒരു യോദ്ധാവോ ഒക്കെ ഉണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയും, നീ അയാളുടെ കൂടെ പോയിട്ട് കുറച്ചു കാലം താമസിച്ചോ, എന്നിട്ട് അയാളിൽ നിന്ന് ഗർഭിണിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമായിരുന്നു. നിക്കാഹുൽ ഇസ്തിബ്ലാഅ് എന്നാണ് അതിന് പറയുക. അത്തരം ഒരു ദുരാചാരം യഥാർത്ഥത്തിൽ 2-3 കൊല്ലം മുമ്പ് എറണാകുളം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ടവര്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. നിന്റെ ഭാര്യ കുറച്ച് ദിവസം നിന്റെ കൂടെ ജീവിക്കട്ടെ, നിന്റെ ഭാര്യ കുറച്ച് ദിവസം എൻ്റെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ആധുനിക കേരളത്തിൽ ഉണ്ടായിരുന്നു. മോമിനികൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാമിനെ അന്തസ്സോടെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ഇന്നുള്ള വൃത്തികേടല്ല. ഇതൊക്കെ പഴയ കാലം മുതൽ 14 നൂറ്റാണ്ട് മുമ്പ് വൃത്തികേടായി ലോകം പരിചയപ്പെട്ട, കണ്ടറിഞ്ഞ, അത് ഇല്ലാതെ പോയ തെമ്മാടിത്തരങ്ങൾ പുതിയ കുപ്പിയിൽ വരുന്ന പഴയ വീഞ്ഞുകളാണിത് എന്ന് മോമിനിയങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമതൊരു വിവാഹ സമ്പ്രദായം ഉണ്ടായിരുന്നത്, 10-ൽ താഴെ ആളുകൾ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ അവൾ ഗർഭിണിയാവുകയും ചെയ്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ പറയും, ഇന്നയാളാണ് ഈ കുട്ടിയുടെ വാപ്പ എന്ന്. പിന്നീട് അവർ തമ്മിലാണ് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക. ഇസ്ലാം അനുവദിക്കുന്നതാണോ, എന്നാൽ ഇന്ന് നിലനിൽക്കുന്നതാണോ എന്ന് ആലോചിക്കുക. മറ്റൊന്ന്, ആർക്കും പരസ്പരം ഒരു ബന്ധവും ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമായിരുന്നു, കണക്കില്ലാതെ. എന്നിട്ട് അവൾ ഗർഭിണിയായി പ്രസവിച്ചാൽ കുട്ടിയുടെ കാലും അവളുമായി ബന്ധത്തിലേർപ്പെട്ട എല്ലാവരുടെ കാലിന്റെ വെള്ളയും പരിശോധിച്ച് പഴയ DNA ഒരു പ്രാകൃത രൂപം എന്ന് പറയാം, ഇന്നയാളാണ് ഈ കുട്ടിയുടെ വാപ്പ എന്നൊരു മധ്യസ്ഥൻ, അതിലറിയുന്ന ഒരു വിദഗ്ധൻ എന്നൊക്കെയാണ് കിതാബ് പഠിപ്പിക്കുക. അയാൾ പറഞ്ഞാൽ അയാളായിരുന്നു വാപ്പയായി കണക്കാക്കപ്പെടുക. ഈ 4 വിവാഹ സമ്പ്രദായങ്ങളിൽ നിന്ന് ഇസ്ലാം ഒന്നിനെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. നോക്കാൻ, ഇസ്ലാമിന്റെ ഒരു അന്തസ്സ് നിലനിർത്താനുള്ള ശ്രമം നോക്കാണ്. അതേതാണ്? നമ്മൾ ഇന്ന് നടത്തുന്ന, നമ്മുടെ മക്കൾ ഒന്നുകൂടി പറയുക, നമ്മൾ ഇന്ന് നടത്തുന്ന, മക്കൾക്ക് വിവാഹപ്രായമായാൽ മാതാപിതാക്കൾ അന്വേഷണം തുടങ്ങി, നമ്മുടെ കുടുംബത്തിന് യോജിച്ചതാണ്, സൽസ്വഭാവിയാണ്, ദീനുണ്ട് എന്നെല്ലാം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയോളെന്ന് പോയി കണ്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടിട്ട് വാപ്പ എനിക്കിഷ്ടമാണ്, ഉമ്മ എനിക്കിഷ്ടമാണ് എന്ന് 2 കൂട്ടരും പറയുമ്പോൾ അത് പരസ്യമായി നിശ്ചയിച്ച് നടത്തുന്ന ഇസ്ലാമിക വിവാഹ കർമ്മവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനെ ഇസ്ലാം നിലനിർത്തുകയും ബാക്കിയെല്ലാം ഇസ്ലാം നിരോധിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്നമാ യുൻഖദു ഉറൽ ഇസ്ലാമി ഉറുവത്തൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. അന്തസ്സിന്റെ പ്രതീകമായി ദീൻ കടന്നു വന്ന വഴികളെ കുറിച്ചറിയാതെ, ഇത് രൂപപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായ സാംസ്കാരിക കാലാവസ്ഥകളെ കുറിച്ചറിയാതെ ഇതിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി നിന്നാൽ അവർക്ക് അന്തസ്സുണ്ടാവുകയില്ല. ഈ ദീനിനോട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു ആയത്തിലുള്ളത്. അവിടെ സാമൂഹ്യാവസ്ഥ മോശമാണ്, രാഷ്ട്രീയ സാഹചര്യം മോശമാണ്, മതപരമായ അവസ്ഥ മോശമാണ്, അതുപോലെ തന്നെയാണ് അവരുടെ സാമ്പത്തികാവസ്ഥയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ, ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ-അസീസുൽ ഗഫാർ അൽ-മുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു അലൈഹിൽ ഹിസാബ്. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം പ്രാർത്ഥിക്കുകയും നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ സാമ്പത്തിക അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. വ്യാപകമായ കൊള്ളയും കൊലയും, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ, കള്ളക്കച്ചവടം മുതൽ പിടിച്ചുപറി മുതൽ കൊലപാതകങ്ങൾ മുതൽ എന്തെല്ലാം വൃത്തികേടുകളിലൂടെ പണമുണ്ടാക്കാൻ സാധിക്കുമോ അതെല്ലാം. അനന്തരാവകാശ നിയമങ്ങളില്ല, മാതാപിതാക്കളുടെ സ്വത്ത് വീതം വെക്കണമെന്നില്ല. ആർക്കാണോ കയ്യൂക്കുള്ളത് അയാൾ അതിനൊപ്പം കച്ചവടവും ചെയ്തിരുന്നു.
ഏത് രൂപത്തിൽ പണമുണ്ടാക്കുക എന്ന ഇന്നത്തെ കാഴ്ചപ്പാട് ചിലർക്കെങ്കിലും ഉള്ളത് ജാഹിലിയത്തിൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു പ്രഖ്യാപനം നോക്കാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സൂറത്ത് ആൽ ഇംറാന്റെ 164-ാമത്തെ വചനം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനീങ്ങളോട് കാണിച്ച ദയാദാക്ഷിണ്യം എത്രമാത്രമാണെന്ന് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ആ ജനവിഭാഗത്തിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു. അവരാരാണ്? യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആൻ അവരെ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കൃതരാക്കി. വയുഅല്ലിമുഹുൽ കിതാബ, വിശുദ്ധ ഖുർആൻ കേവലം പാരായണം ചെയ്ത് കേൾപ്പിക്കുക മാത്രമല്ല, അതവരെ ആഴത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വൽ ഹിക്മത, അതിൻ്റെ അനന്തരവിജ്ഞാനീയങ്ങളായ സുന്നത്തുകളും കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയാണ് അവർ പിന്നീട് വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ എന്ന നിലയിലേക്ക് ഉയർന്നത്. അങ്ങനെയാണ് റഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ എന്ന് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരോടാണ് അല്ലാഹു ആദ്യമായി അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സമാധാനമടഞ്ഞ ആത്മാവേ, റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റബ്ബിനെ തൃപ്തിപ്പെട്ട നീ ജീവിച്ചത് കൊണ്ടാണിത്, പോരൂ എന്ന് അല്ലാഹു അവരോടാണ് അന്തിമമായ ആ ഒരു സ്വാഗതം മലക്കുകളെ കൊണ്ട് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരെ കുറിച്ചാണ്, ഈ വൃത്തികേടുകളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഇന്ന് ഈ ദുനിയാവിൽ നിങ്ങളോളം മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന വേറെ ഒരു സമൂഹമില്ല എന്ന് പഠിപ്പിച്ചത് ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദഅവാ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു എന്നത് ചരിത്രം ഇന്നും അത്ഭുതത്തോടുകൂടി കാണുന്ന, നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കണം എന്നാണ്. നൂറ്റാണ്ടുകളെടുത്ത് എത്രയോ തലമുറകളിലൂടെയാണ് ഒരു സംസ്കാരം രൂപപ്പെട്ടു വരിക. അത് പെട്ടെന്ന് രൂപപ്പെടുന്നതല്ലാണ്. പക്ഷെ ഇസ്ലാമിക സംസ്കാരം അതിൻ്റെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പരിപൂർണതയിലേക്ക് എത്താൻ 23 വർഷക്കാലം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രം ഹൃദയസ്പൃക്കായി, അത്രമാത്രം ആശയ വ്യക്തതയോടുകൂടി ആകർഷണീയമായി ആരുടെ മുമ്പിലും കാഴ്ചവെക്കാവുന്ന, അവതരിപ്പിക്കാവുന്ന ഒരു ദീനാണ് ഇസ്ലാം എന്നെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ എന്താ അറിയോ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പ് ആ ജനത കർദിനമായ, വ്യക്തമായ, വളരെ വലിയ പിഴവിലായിരുന്നു എന്ന് നിശ്ചയമായും പറയാം. അവരാണ് പിന്നീട് ഏറ്റവും വലിയ പിഴവിലായിരുന്ന ആളുകൾ ഏറ്റവും ഉന്നതമായ, നമ്മൾ പറയുന്ന അധമത്വത്തിൽ നിന്ന് ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട മഹാത്ഭുതത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു മുഅ്മിനാണെന്ന് പറയാൻ, ഞാൻ പരിശുദ്ധ ഖുർആനിന്റെ വക്താവും പ്രയോക്താവും അനുയായിയാണെന്ന് പറയാൻ അഭിമാനം തോന്നണം നമുക്ക്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ആളുകളെ വിളിക്കുക, അല്ലാഹുവെ പരിചയപ്പെടുത്തുക, അല്ലാഹു പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക, ഞാനൊരു മുസ്ലിമാണെന്ന അഭിമാനത്തോടു കൂടി പറയുക. ഇതിനേക്കാൾ നല്ല ഒരു വാക്കോ പ്രവൃത്തിയോ ജീവിത രീതിയോ വേറെ ഇല്ല മനുഷ്യരെ. ഇതാണ് ഏറ്റവും മികച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ അത്ഭുതം ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നത് നമ്മളെ അതിൻ്റെ വക്താക്കളാക്കിയ റബ്ബ് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ദയയാണ്, മിന്നത്താണ്, ദാക്ഷിണ്യമാണ്, വാത്സല്യമാണ്, കൃപയാണ്, കാരുണ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പ്രചോദകമാകും നമ്മുടെ മതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വസ്തുനിഷ്ഠമായ പഠനം. അങ്ങനെ ഒരു പഠനം നടത്താൻ, എന്നിട്ട് ആ ദീനിനെ കൃത്യമായി ഉൾക്കൊള്ളാൻ, അതിനെ അന്തസ്സായി ആചരിക്കാൻ, ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള വഴിവിട്ട ജീവിതങ്ങളിൽ നിന്നും, ദുസ്വഭാവങ്ങളിൽ നിന്നും
അർഹമുർ റഹീമീനായ റബ്ബ് നമ്മയും നമ്മുടെ മക്കളെയും വിശേഷിച്ച നമ്മുടെ യുവതലമുറയെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ള ഭാവി തലമുറകളെ കൃത്യമായി ദീൻ പഠിപ്പിക്കാൻ, കൃത്യമായി ദീനീ ചിട്ടകളിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രദ്ധയും ജാഗ്രതയും അതിനാവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വിരുദ്ധമായി വന്ന, അനുകൂലമല്ലാതെ വന്ന എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദീൻ ഇസ്ലാം വൃത്തിയായി പഠിക്കാൻ, അവയെ ജീവിതത്തിൽ അറിയുന്നതനുസരിച്ച് ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ പാലിക്കാൻ, അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ തഖ്വയോടെ മുത്തഖിയായി തൗഹീദിന്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ മുഹാജിറുകളോടൊപ്പം അൻസാറുകളോടൊപ്പം, അല്ലാഹുവേ മഹാപ്രവാചകന്മാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ അനന്തരമായി അവകാശം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. പരമാവധി വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അതിനാവശ്യമായ ആരോഗ്യവും ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾക്ക് മുടക്കമില്ലാതെ നൽകിക്കൊണ്ടിരിക്കണമേ റഹ്മാനെ. നിന്റെ റഹ്മത്തും ബർക്കത്തും നീ ഞങ്ങളിൽ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമെല്ലാം നീക്കി തരയണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും ഞങ്ങളുടെ ഇബാദത്തുകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.